വത്തിക്കാൻ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു വാർത്ത എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ തീർച്ചയായിട്ടും അത് പറയുന്നില്ല. അതായത് വത്തിക്കാൻ ലൈബ്രറിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഓർത്തോണം. വത്തിക്കാൻ ലൈബ്രറിയിലെ ഒരു പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം മതാന്തര സംവാദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ അവഗാഹമുള്ളയാളല്ല. അദ്ദേഹത്തോട് ലൈബ്രറി നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കും. ചോദ്യം ഇതാണ്: താങ്കളുടെ ലൈബ്രറിയിൽ മറ്റ് മതസ്ഥർ വരുന്നുണ്ടോ? അദ്ദേഹം തീർച്ചയായിട്ടും വരുന്നുണ്ട്. അത് മാത്രമല്ല, അത് അദ്ദേഹം പറയേണ്ട കാര്യമേ അല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ടും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പറയാനും വേണ്ടി പറഞ്ഞു. അത് മാത്രമല്ല, ഞങ്ങളുടെ ആതിഥ്യ മര്യാദ എന്ന വണ്ണം വരുന്നവർക്ക് പ്രാർത്ഥിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഞങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ലൈബ്രറി വളരെ അതിസമ്പന്നമായ ഒരു ലൈബ്രറിയാണ്. ഇവിടെ മറ്റു മതങ്ങളുടെ, ഇസ്ലാം മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ജപ്പാനിൽ നിന്നൊക്കെയുള്ള വളരെ അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളുമുള്ള ഒരു ശേഖരം ഇവിടെ ഉണ്ടെന്ന് നല്ലൊരു കാര്യം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന വാർത്തകൾ മാർപ്പാപ്പ പ്രാർത്ഥനാമുറി കൊടുത്തു എന്ന് മാർപ്പാപ്പയുടെ പടവും കൂടെ വെച്ചോണ്ടാകും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് അതിനെ എങ്ങനെ വേണമെങ്കിലും എടുത്തോ, പക്ഷെ സത്യം ഇതാണ്. അപ്പം അതിനെ അങ്ങനെ നമ്മൾ മാറ്റി എടുക്കാൻ ഉണ്ടോ? അങ്ങനെയല്ല, ഇതിനോടെല്ലാം വൈകാരികമായിട്ട് പ്രതികരിക്കാതെ നമ്മളിപ്പം വത്തിക്കാൻ ബസിലിക്കയിൽ പ്രാർത്ഥിക്കാൻ ഇടവൊന്നും കൊടുത്ത കാര്യമല്ലേ പറയുന്നത്. അവിടെ വരുന്ന സ്വീകരണ മുറിയിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു, പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. അതും ഞാൻ പറഞ്ഞത്, ഇത് മതാന്തര സംവാദത്തിന് ഡിക്കാസ്ട്രിപ്പെട്ട പ്രീഫെക്റ്റോ അതല്ല എങ്കിൽ മാർപ്പാപ്പയൊന്നും ഇടപെട്ട കാര്യമില്ല. ഇതൊരു നല്ല മനുഷ്യൻ തൻ്റെ ഒരു ചാരിറ്റി വളരെ മനോഹരമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഒരു സംഭവത്തെയാണ് എങ്ങനെ വളച്ചൊടിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നു.